Hi students, welcome to LM Thing. Today we are doing the exercise questions of page 179 of chapter 7 tangents. Third question. In the picture, two circles touch at a point and the common tangent, this is the common tangent, at this point is drawn. Prove that the tangent bisects another common tangent. This is also common. AB is also a common tangent of these circles. So what you have to prove that this tangent bisects. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിക്കേ, പി എന്നുള്ള പോയിന്റിൽ നിന്നുള്ള ടാൻജൻസ് ആയ എ പിയും പി ക്യു ദേ ആർ ഓഫ് ഈക്വൽ ലെങ്ത്. പിന്നെ പി ബിയും പി ക്യു അതും ഈക്വൽ ആയിരിക്കും അല്ലേ. നമുക്ക് പ്രൂഫ് തുടങ്ങാം. പി എ ഈക്വൽസ് പി ക്യു ആൻഡ് PB equals PQ. What's the reason? They are common tangents from P. They are common tangents from P. നോക്കിയേ, പി എ ഈക്വൽസ് പി ക്യു, പി ബി ഈക്വൽസ് പി ക്യു. ഇത് നമുക്ക് എന്ത് ചെയ്യാം? PA equals PB. Therefore, PA equals PB. Okay. രണ്ടും പി ക്യൂവിന് ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? PA equals PB. Therefore, the first tangent bisects the second tangent. Therefore, the first tangent bisects the second tangent. അതായത് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി 3 പാർട്ടുണ്ട്. മൂന്നാമത്തെ വരയ്ക്കാനുള്ളത് അത് നിങ്ങളൊന്ന് വരച്ചാൽ മതി. പ്രധാനപ്പെട്ട കൺസ്ട്രക്ഷനൊക്കെ ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇനി രണ്ടാമത്തെ പാർട്ടിൻ്റെ ക്വസ്റ്റ്യൻ എഴുതണം. രണ്ടാമത്തെ പാർട്ടിന്റെ ക്വസ്റ്റ്യൻ ആണ് എഴുതിയിട്ടിരിക്കുന്നത്. രണ്ടാമത്തെ പാർട്ട് ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് ദ പോയിന്റ്സ് ഓഫ് കോണ്ടാക്ട് ഓഫ് ദീസ് ടു ടാൻജൻസ് ഫോം ദ വെർട്ടിസസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ. ഇവിടെ ഒരു ടാൻജന്റ് കൂടെ ഉണ്ട്. നേരത്തെ പടത്തിൽ ഉള്ളതുപോലെ തന്നെ. നേരത്തെ ഈ മുകളിലത്തെ ടാൻജന്റ് താഴത്തെ ടാൻജന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നിങ്ങോട്ട് ജോയിൻ ചെയ്ത് ഒരു ട്രയാങ്കിൾ ആക്കിയിരിക്കുന്നു. ഇവിടെ ക്യൂന്ന് പേര് കൊടുക്കാം. ഇവിടെ എ ബി നേരത്തെ ഉണ്ടായിരുന്ന പേര് തന്നെ ഇവിടെ പി. എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? എ ക്യു ബി എന്നുള്ള ട്രയാങ്കിള് റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇവിടെ നോക്കിക്കേ. എ പി ഈക്വൽസ് പി ക്യു, പി ബി ഈക്വൽസ് പി ക്യു. ഇതിൽ നമുക്ക് എന്താ നമ്മൾ കണ്ടുപിടിച്ച ഫസ്റ്റ് പാർട്ടിൽ എ പി ഈക്വൽസ് പി ബി അല്ലേ. ഇവിടെ അതുകൊണ്ട് നമ്മൾ വീണ്ടും എഴുതാം. എ പി ഈക്വൽസ് പി ക്യു. എ പിയും പി ക്യും ഈക്വൽ ആയതുകൊണ്ട് അതാ ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആയിരിക്കത്തില്ലേ. ആ ട്രയാങ്കിൾ എ പി ക്യു എന്നുള്ള ട്രയാങ്കിൾ ഇൻ ട്രയാങ്കിൾ എ പി ക്യൂവിലാണ് നമ്മൾ ഇത് എഴുതിയത്. Therefore, angle PAQ equals angle PQA. Let it be X. X എന്ന് പേര് കൊടുക്കാം. XX. അതുപോലെ ട്രയാങ്കിൾ ബി പി ക്യു, രണ്ടാമത്തെ ട്രയാങ്കിൾ ഇൻ ട്രയാങ്കിൾ ബി പി ക്യു പി ബി ഈക്വൽസ് പി ക്യു. അതുകൊണ്ട് ഈ രണ്ട് ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ. ഇതിൻ്റെ അകത്ത് ഈ രണ്ട് ആംഗിൾ മാർക്ക് ചെയ്യുന്നില്ല. Therefore, angle PQB equals angle PQ, ഈ ആംഗിൾ
P, B, Q. Let it be Y. അതിന് Y എന്ന പേര് കൊടുക്കുക. ഇവിടെ ഏതാ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെയും Y, ഈ ആംഗിളും Y. അത് മാത്രമായിട്ട് ഞാൻ ഇവിടെ ഇപ്പം വരച്ച് കാണിച്ചു തരാം. എ, പി, ബി, ഇവിടെ Q, ഇവിടെ എക്സ്, ഇവിടെ എക്സ്, ഇവിടെ Y, ഇവിടെ Y. മനസ്സിലായോ? ഇനി നമ്മൾ ട്രയാങ്കിൾ എ ക്യൂ ബി എടുക്കുക. ഇവിടെ ഏതാ? ഇൻ ട്രയാങ്കിൾ എ ക്യൂ ബി സം ഓഫ് ത്രീ ആംഗിൾസ് 180. Therefore x പ്ലസ് എന്താണ് എക്സ് പ്ലസ് വൈ plus y equals 180. But 2x plus 2y is equal to 180. Therefore, x plus y. 180 by, you can take 2 common factor. 180 by 2, 90 degree. ഈ ആംഗിൾ 90 ആണെന്ന് കിട്ടും. അപ്പം നമുക്ക് എന്താ പറയാ? എ ക്യൂ ബി ഈസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ. ആംഗിൾ എ ക്യൂ ബി ഈക്വൽസ് 90 degree. Therefore, triangle ABQ is a right triangle. Okay? ഇനി മൂന്നാമത്തെ ചോദ്യം വരയ്ക്കാനാണ്. അത് നിങ്ങളങ്ങ് വരച്ചാൽ മതി. മൂന്നാമത്തെ ചോദ്യത്തിൽ പറയുന്നത് draw the picture on the right in your notebook using convenient measure. ഇഷ്ടമുള്ള convenient length എടുത്ത് വരയ്ക്കാനാണ്. What is special about the quadrilateral formed by joining the point of contact of the circles? അപ്പം ഇവിടെ പടം തന്നിട്ടുണ്ട്, 4 സർക്കിളാണ്. അപ്പം അത് ഇഷ്ടമുള്ള ഇതുണ്ട്. ഇപ്പം ഇവിടെ 2 എണ്ണം ഇല്ലേ, ഇതുപോലെ തന്നെ മുകളിലോട്ടും 2 എണ്ണം. എന്നിട്ട് ഇവിടെ ഒരു ക്വാഡ്രിലാറ്ററൽ വന്നിട്ടുണ്ട്. നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം അതുപോലെ വരണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവെടുത്ത് വരയ്ക്കാനാണ് പറയുന്നത്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് വേറൊരു ചോദ്യമുണ്ട്. വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദ ക്വാഡ്രിലാറ്ററൽ ഫൗണ്ട് ബൈ ജോയിനിങ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഓഫ് ദ സർക്കിൾസ്? പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഓഫ് ദ സർക്കിൾസ് ജോയിൻ ചെയ്ത് വരുന്ന ക്വാഡ്രിലാറ്ററൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് എ റെക്റ്റാങ്കിൾ. അതൊരു റെക്റ്റാങ്കിൾ ആയിരിക്കും. നിങ്ങളങ്ങ് വരച്ചാൽ മതി. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞിരിക്കുന്നു. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നാലാമത്തെ ചോദ്യം എഴുതിയിട്ടിട്ടുണ്ട്, പടം വരച്ചിട്ടുണ്ട്. നോക്കിക്കേ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ പിക്ചർ ബിലോ എ ബി ഇസ് എ ഡയമീറ്റർ ആൻഡ് പി ഇസ് എ പോയിന്റ് ഓൺ എ ബി extended. See, AB is extended to P. A tangent from P touches the circle at Q. What is the radius of the circle? AB is the diameter. You have to find the radius. Here study the relation. What is given in the question? See, AP equals 8 centimeter. ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത്. പിന്നെ പി ക്യു ഈക്വൽസ് 4 centimeter. നമ്മളൊരു റിലേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ് ആ റിലേഷൻ? എ പി ഇൻറ്റു പി ബി, മൊത്തം നീളം പിന്നെ ഈ സർക്കിൾ വരെ എത്തുന്ന നീളത്തിൻ്റെയും പ്രോഡക്റ്റ് ഈക്വൽസ് പി ക്യു സ്ക്വയർ. എ പി ഇൻറ്റു ബി പി ഈക്വൽസ് പി ക്യു സ്ക്വയർ. എ പി 8, ബി പി അറിയത്തില്ല, പി ക്യു എത്ര? 4 സ്ക്വയർ ഈക്വൽ 16. Therefore, BP equals 16 by 8 equals 2 centimeter. അപ്പോൾ ബി പിയുടെ 2 ആണെങ്കിൽ എ ബി എത്ര? 8 minus 2, 6 centimeter. എ ബി ഈക്വൽസ് എ പി മൈനസ് പി ബി ഈക്വൽസ് 8 minus 2 equals 8 minus 2 equals 6 centimeter. അപ്പോൾ എ ബി 6. എ ബി എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഈക്വൽ 6 centimeter. അപ്പോൾ റേഡിയസിൻ്റെ പകുതിയായി. റേഡിയസ് ഈക്വൽ 3 centimeter. റേഡിയസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം നാലാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് ഇനി
അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എളുപ്പമുള്ളതാ, പക്ഷെ എന്നാൽ ഇമ്പോർട്ടൻ്റ് കൂടിയാണ്. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം എഴുതിയിട്ടുണ്ട്, രണ്ട് ഫിഗറും ഉണ്ട്. The first picture below, the line joining the 2 points on a circle is extended by 4 cm. ഇതാണ് എക്സ്റ്റെൻഡ് ചെയ്ത് 4 cm നീട്ടിയിരിക്കുന്നത്. Its length is 6 cm. ഇതിൻ്റെ ലെങ്ത് 6 cm. The second picture shows the same line extended by 1 cm. ഇവിടെ 1 cm കൂടുതൽ, ഇവിടെ 4, ഇവിടെ 5. ഇവിടുത്തെ ലെങ്ത് എത്രയാ നമുക്ക് അറിയത്തില്ല, അത് കണ്ടുപിടിക്കണം. വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് ദിസ് ടാൻജന്റ്? നമുക്ക് ആദ്യം പേരൊക്കെ കൊടുക്കാം. എ ബി, ഇവിടെ പി, ഇവിടെ സി എന്ന് കൊടുക്കാം. അതേ പേര് തന്നെയാണ് രണ്ടാമത്തെ പടത്തിൽ, എ ബി പി, ഇവിടെ സി. ഇവിടെ നമ്മൾ ആ പഠിച്ച റിലേഷൻ നമുക്ക് ചെയ്യാം. എന്താണ്? എ പി ഇൻറ്റു ബി പി ഈക്വൽസ് പി സി സ്ക്വയർ. എ പി ഇൻറ്റു ബി പി ഈക്വൽസ് പി സി സ്ക്വയർ. എ പി അറിയത്തില്ല, ബി പി എത്ര? 4, പി സി 6 സ്ക്വയർ. എ പി ഈക്വൽസ് 6 സ്ക്വയർ 36, 36 by 4 ഈക്വൽസ് 9. അപ്പോൾ ഇത് നമുക്ക് എ ബി കിട്ടത്തില്ലേ? എ ബി ഈക്വൽസ് എ പി മൈനസ് ബി പി. എ പി എത്ര? 9, 9 മൈനസ് 4 ഈക്വൽസ് 5 സെൻറ്റിമീറ്റർ. നമുക്ക് എ ബി 5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇത് വെച്ചിട്ട് വേണം നമുക്ക് സെക്കൻഡ് ഫിഗർ പ്രൂവ് ചെയ്യാൻ. ഇനി സെക്കൻഡ് ഫിഗറിലോട്ട് പോകാം. എ ബി 5 തന്നെ കൊടുക്കാം. സെക്കൻഡ് ഫിഗറിൽ എ പി ഇൻറ്റു പി ബി ഈക്വൽസ് പി സി സ്ക്വയർ. അപ്പോൾ ഇവിടെ 5 ആണ്, 5 + 5 10. 10 ഇൻറ്റു പി ബി എത്ര? 5 ഈക്വൽ ടു പി സി സ്ക്വയർ. Therefore പി സി സ്ക്വയർ ഇസ് ഈക്വൽ ടു 10, 5, 50. പി സി ഇസ് ഈക്വൽ ടു √50. √50 എന്ന് പറയുമ്പോൾ എത്ര എഴുതും? 5√2 സെൻറ്റിമീറ്റർ. നമുക്ക് √2ൻ്റെ വില വേണമെങ്കിൽ ഇടാം. എന്താണ് √2ൻ്റെ വാല്യൂ? 1.414 കൊടുക്കുകയാണെങ്കിൽ 7.0502. Therefore length of this tangent 7.02 സെൻറ്റിമീറ്റർ. √2ൻ്റെ വാല്യൂ കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പം 7.05 എന്ന് കിട്ടും. അപ്പം ഈ അഞ്ചാമത്തെ ചോദ്യം തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത നമുക്ക് ഈ എക്സസൈസ് തന്നെ തീർന്നു. ഇനിയും ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, ലെറ്റ് മീ വൈൻഡ് അപ്പ്. കണ്ടിന്യൂ ദ റിമൈനിങ് ക്വസ്റ്റ്യൻസ് ഇൻ ദ next class. Okay, bye.